എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടി പോകുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2017 അപേക്ഷിച്ച് 2018 21% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓയിൽ വിപണിയിലുണ്ടായ തകർച്ചയും വ്യാപകമായി നടക്കുന്ന സ്വദേശീവൽക്കരണവും കൊണ്ടാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. ഗൾഫ് എന്ന മേഖല മാറ്റി പുതിയ മേഖലകളിലേക്ക് പ്രൊഫഷണൽ കഴിവുകളോടെ മുന്നേറാൻ പ്രവാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേളി ബത്ത ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ സമദ് ചത്തോലിക്ക് കേളി ബത്ത ഏരിയ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 25 വർഷമായി റിയാദിൽ ജോലി ചെയ്തിരുന്ന സമദ് കേളിയുടെ ആദ്യകാല അംഗമായിരുന്നു. മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ചാത്തോലിക്കുണ്ട് സ്വദേശിയാണ് സമദ്. PSA റഹ്മാൻ അധ്യക്ഷത ക്ഷണിച്ച യോഗത്തിൽ കേളി ബത്ത ഏരിയ ട്രഷറർ CT പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബത്ത ഏരിയ സെക്രട്ടറി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കേളി കേന്ദ്ര സെക്രട്ടറി ഷൗക്കത്ത് നിലമ്പൂർ, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ഷമീർ കുന്നുമ്മൽ, കേന്ദ്ര വൈസ് പ്രസിഡന്റ് സുധാകരൻ കല്യാശ്ശേരി, കേന്ദ്ര സാംസ്കാരിക കമ്മിറ്റി കൺവീനർ TR സുബ്രഹ്മണ്യൻ, കേളി സൈബർ വിംഗ് ചെയർമാൻ സിജിൻ കൂവള്ളൂർ, കേന്ദ്ര ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാനും പ്രവാസ ലോകത്തിന്റെ റിയാദ് പ്രതിനിധി കൂടിയായ സുരേഷ് ചന്ദ്രൻ, മറ്റു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന സ്വദേശീവൽക്കരണ പദ്ധതികൾ വിജയകരമാണെന്ന് റിപ്പോർട്ട്. സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശി വനിതകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്, ആഭ്യന്തര മന്ത്രാലയത്തിലെ നാഷണൽ ഇൻഫർമേഷൻ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വകാര്യ മേഖലയിലെ സ്വദേശികൾ 17% ഉയർന്നു. വനിതാ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയായി. സ്വദേശീവൽക്കരണ പദ്ധതിയായ നിദാഖത്ത് നടപ്പിലാക്കിയത് ഫലം ചെയ്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ ആക്ടിവിസ്റ്റ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ ഇബ്രാഹിം അൽ മൻസൂഖ് പറഞ്ഞു. സൗദി അറേബ്യയിൽ നിന്നും അവധിക്ക് പോകുന്ന വിദേശ തൊഴിലാളികൾ ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. രാജ്യത്തുള്ള തൊഴിലാളികൾ അനധികൃതമായി ജോലിയിൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഒളിച്ചോടിയതായി പരാതി നൽകാൻ കഴിയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദേശ തൊഴിലാളികൾ റീ എൻട്രി വിസയിലാണ് രാജ്യത്തു നിന്നും മടങ്ങുന്നത്. റീ എൻട്രി വിസ അനുവദിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടതിനു ശേഷം വിദേശ തൊഴിലാളി ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലാളികൾ ഒളിച്ചോടിയതായി റിപ്പോർട്ട് നൽകി 20 ദിവസത്തിനകം പിൻവലിക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയും. ഒളിച്ചോടുന്ന തൊഴിലാളികളെ ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് താമസാനുമതി രേഖയായ ഇക്കാമ, വർക്ക് പെർമിറ്റ് എന്നിവയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശികൾക്ക് തൊഴിലുടമ പരാതി നൽകിയ വിവരം SMS സന്ദേശത്തിലൂടെ അറിയിപ്പ് ലഭിക്കും. ഇക്കാമ കാലാവധി തീരുന്നതിന് 3 മാസം മുമ്പ് പുതുക്കാൻ കഴിയുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. മലേഷ്യയിൽ കാണാതായ തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് സ്വദേശി അലോഷ്യസിനെ തേടിക്കൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. പ്രവാസ ലോകത്തിന്റെ 245 എപ്പിസോഡിൽ കൈകാര്യം ചെയ്ത ഈ വിഷയത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗ്രൂപ്പ് വിസയിൽ പോയതാണ്. 3 വർഷത്തെ വിസ ഉണ്ടായിരുന്നുള്ളൂ. 3 വർഷം തികയുന്നതിന് മുമ്പ് അവിടുന്ന് ചാടിയെന്നാണ് പറഞ്ഞത്. ഈ 96-ന് ശേഷം പോയി? ഇല്ല, ആദ്യം പോയിട്ട് പിന്നെ 96-ൽ വന്നില്ലേ? വന്നു.
അത് പിന്നെ എങ്ങനെ പോയി വീണ്ടും? വീണ്ടും അവിടുന്ന് പിന്നെ വിസ ഉണ്ടായിരുന്നായിരിക്കും. പറഞ്ഞില്ല. തിരിച്ചു പോയതിന്റെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പിന്നെ വിവരമൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നിട്ട് ഇപ്പം 2.5 വർഷത്തിന് മുമ്പ് വരെ ലെറ്ററും പൈസയൊക്കെ വരുമായിരുന്നു. ഇപ്പൊ ഒന്നും വരാതായിട്ട് 2.5 വർഷമായി. 2.5 വർഷമായി. എംബസിയിൽ അന്വേഷിച്ചോ? ഇല്ല, വേറെ ഒരിടത്തും അന്വേഷിച്ചില്ല. പ്രവാസ ലോകം 2005 സംരക്ഷണം ചെയ്ത 245-ാമത്തെ എപ്പിസോഡാണ് അലോഷ്യസിന്റേത്. 21 വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ ടെക്നീഷ്യൻ ജോലിക്കായി പോയ അലോഷ്യസിനെ കുറിച്ച് നാളിതുവരെ യാതൊരു വിവരവും ഈ കുടുംബത്തിനില്ല. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അലോഷ്യസിന്റെ ഭാര്യ ജെറാൾഡിനാണ്. ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് ജെറാൾഡിനോട് ചോദിക്കാം. അലോഷ്യസ് പോയിട്ട് 25 വർഷമായി. വിവരം ഇല്ലാതായിട്ട് 21 വർഷം. ഇപ്പൊ 2 മക്കളാണ്. അലോഷ്യസ് പോകുന്ന സമയത്ത് ഇളയ കുട്ടി ഗർഭിണിയായിരുന്നു. അതെ. മോന് ഇപ്പൊ എത്ര വയസ്സാണ്? മോൻ ഇപ്പൊ 21 വയസ്സായി. മകൾക്ക് ജന്മന മൂകയും മെദ്രയുമാണ് മോള്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 26 വയസ്സ് കഴിഞ്ഞു. 26 വയസ്സായി. പ്രവാസ ലോകത്തിൽ വന്നിട്ട് ഇപ്പൊ 14 വർഷമായി. 2005-ലാണ്. അപ്പൊ അതിനുശേഷം വേറെ രീതിയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തിയോ? ഞാൻ കുടുംബ കോടതിയിൽ പരാതി കൊടുത്തിരുന്നു. അവർ പറഞ്ഞത് ഭർത്താവിൻ്റെ സ്ഥലം അടുത്ത സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അതുവഴി അന്വേഷിക്കണം. തൃശ്ശനാപ്പള്ളി. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ വിവാഹത്തിലോട്ട് വന്നത്? അവർ ഇവിടെ കുറേ നാൾ ഇവിടെ താമസം ഉണ്ടായിരുന്നു. അവരുടെ പപ്പയും എൻ്റെ പപ്പയും ഇവിടെ ഒരു കമ്പനിയിലായിരുന്നു ജോലി. അങ്ങനെ അവർ തമ്മിലുള്ള പരിചയത്തിലാണ്. അദ്ദേഹത്തിന് ഈ വിവാഹത്തില് ഇഷ്ടക്കുറവ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പോകുന്നിടം വരെ നല്ല സന്തോഷമായിട്ട് തന്നെ. അപ്പം പോയതിനു ശേഷം എത്ര നാള് വിവരവും ഒക്കെ ഉണ്ടായിരുന്നു? പോയതിനു ശേഷം ഒരു 4 വർഷത്തോളം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും തുച്ഛമായിട്ടുള്ള പൈസ അയക്കുകയും ചെയ്യും. വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നതാണോ അതോ പുള്ളി അയക്കാത്തതാണോ? അതെനിക്കറിയില്ല. ശമ്പളം കുറവെന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 11 മക്കളാണ്. ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ 10 പേരുണ്ട്. എത്ര ആണുങ്ങളും? 7 പെണ്ണും 3 ആണും. അപ്പൊ അവരുടെ സഹായം? അവരൊക്കെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ. ഞാനാണ് 2ാമത്തെ ആള്. അപ്പൊ ബാക്കി എല്ലാവരും എൻ്റെ ഇളയതായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ശരിക്കുള്ള സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥകളും ആയതുകൊണ്ട് അവർക്ക് വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചെറിയ സഹായങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ എങ്ങനെ പഠിപ്പിച്ച ആന്റി വല്ല ജോലിയും പറഞ്ഞ കണക്ക്? ഞാൻ വീട്ടുജോലിക്ക് ഞാൻ മുഖ്യമായിട്ട് വീട്ടുജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പല വീടുകളിലും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. അവിടെ താമസിച്ച് തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ടൈറ്റാനിയത്ത് എവിടെയാണ്? കൊച്ചുവേളിയിൽ ടൈറ്റാനിയം ഫാക്ടറിയുടെ അടുത്ത് ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ശംഭുവട്ടം സ്കൂളാണ്. ആ സ്കൂളിന് അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, ഞാനും മക്കളും. അതെ. അപ്പം മോന്റെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായി? മോന് 2 പേരും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. മോള് ഡെഫ് സ്കൂളിലാണ് പഠിച്ചത്. മോള് ഡിഗ്രി പാസ്സായതിനു ശേഷം ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. മോന് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വിദേശത്ത് ജോലിക്ക് വിട്ടു. അപ്പോൾ 2 വർഷം വിദേശത്ത് ജോലി ചെയ്തു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന് മോന് മൂക്കിലൊരു ഓപ്പറേഷൻ ഉണ്ട്. വണ്ടിയിൽ നിന്ന് വീണിട്ട് മൂക്കിന് ഒരു ചെറിയ സ്ട്രാക്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നാട്ടിൽ വന്നത്. മകൾക്ക് ഇപ്പം എത്ര വയസ്സായി? മോൾക്ക് 26 വയസ്സ് കഴിഞ്ഞു. വിവാഹത്തിനെ കുറിച്ച് എന്തെങ്കിലും? വിവാഹം നടത്താനുള്ള ആലോചനയിലാണ്. സാമ്പത്തികമായിട്ട് സഹോദരങ്ങൾക്ക് സഹായിക്കാൻ ആരുടെ അടുത്തും ഇല്ല. അവര് തന്നെ വാടകയ്ക്ക്, എല്ലാവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവരവരുടെ കാര്യങ്ങൾ തന്നെ കഷ്ടിച്ച് നോക്കി അവർ ജീവിക്കുന്നു. അങ്ങനെ അവർക്ക് സഹായിക്കാനൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇനി അലോഷ്യസ് നാട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് അല്ല ഇരിപ്പുണ്ടോന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ മലേഷ്യയില് പോയ സ്ഥലത്ത് വേറെ ആരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നും അലോഷ്യസിനെ കുറിച്ച് അറിയാനുള്ള വേറെ പ്രവാസ ലോകം അല്ലാതെ വേറെ വഴിയൊന്നും അന്വേഷിച്ചില്ല? ഇല്ല. തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലേഷ്യയിൽ എവിടെയാണ് സ്ഥലം? മലേഷ്യയിൽ സെലാംഗൂർ.
അവിടെ ഈ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കമ്പനിയിലോ TV-യുടെ പിക്ചർ ട്യൂബ് കമ്പനിയിലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇത്രയും നാളും വരാതിരിക്കാനുള്ള ഇത് റീസൺ ആയിട്ട് എന്തെങ്കിലും ലാസ്റ്റ് സംസാരത്തിൽ എന്തെങ്കിലും പിണക്കോ കാര്യമില്ല? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണക്കോ ഒന്നുമില്ല. വിളിക്കുമ്പോ നല്ല രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ എങ്ങനെയാണ്? കുടുംബക്കാർക്ക് ഞങ്ങളുടെ ഈ വിവാഹത്തിനോട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു. അച്ഛമ്മ രണ്ടുപേരുടെയും അച്ഛന്മാരുടെ പരിചയത്തിലാണ് അടുത്താണ് വിവാഹം നടത്തിയത്. അപ്പം അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കാർക്ക് ഇതിന് യാതൊരു ഇതുമില്ല, ഇഷ്ടമൊന്നുമില്ല. കുടുംബക്കാർക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ താല്പര്യക്കുറവ്. മറ്റുള്ളവർക്ക് ഇല്ല. അവർ ഇത്രയും വർഷമായിട്ട് അവിടെ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. ഒന്നും നോക്കില്ല. ഈ മൂത്ത കുട്ടിക്ക് വയ്യാത്തതാണ്, അങ്ങനത്തെ പരിഗണന ഒന്നും ഞാൻ മക്കളെയും കൊണ്ട് പല പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മയെ നോക്കാനും പപ്പയെ നോക്കാനും ഒക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാലും ഇത്രയും സാഹചര്യത്തിൽ അവരാരും അലോഷ്യസിന് സഹോദരങ്ങൾ ആരെങ്കിലും? ഒരു സഹോദരനേ ഉള്ളൂ. പുള്ളി ഇത്രയും നാളും വരാതിരിക്കാൻ ഇനി അവിടെ ആരെങ്കിലും അപായപ്പെടുത്തിയോ അങ്ങനെ എന്തെങ്കിലും? അതിനെപ്പറ്റി ഒന്നും എനിക്ക് സംസാരിക്കുമ്പോഴൊന്നും അദ്ദേഹം ഒന്നും അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ? ലാസ്റ്റ് വിളിക്കുന്നത് മോന് 3 വയസ്സുള്ളപ്പോഴാണ്. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടില്ല. നാട്ടിൽ വരണമെന്ന് ഇത്ര വർഷമായി. അപ്പം പോയിട്ട് എന്തായാലും അറിവുള്ളത് എങ്ങനെ പോയാലും ഒരു 4-5 വർഷം ഇല്ലേ? അപ്പൊ അതിനിടയ്ക്ക് നാട്ടിൽ വരാനൊന്നും മുൻകൈ എടുത്തിട്ടില്ലേ? ഇല്ല. പോയിട്ട് ഒരു 4 വർഷത്തിനകത്തെ പിന്നെ അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും നാട്ടിൽ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആന്റിയും പറഞ്ഞിട്ടില്ല നാട്ടിൽ വരണമെന്ന്? ഞാനങ്ങനെ നാട്ടിൽ വരണമെന്ന് വരുന്നില്ലെന്ന് ലീവുണ്ടോ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ജോലി ഇല്ലാതെ പിന്നെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അവിടെ എങ്ങനെയാണ്? അവിടെ വാടകയ്ക്കാണോ അതോ കമ്പനി വക? എവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത്? അതറിഞ്ഞൂടാ, അറിയത്തില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ അറിയത്തില്ല. സ്വദേശത്തും വിദേശത്തും കാണാതെയായവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. അലോഷ്യസിനെ പോലെ ഒരുപാട് പേർ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കുകയാണ്. ജെറാൾഡിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് 2 കുട്ടികളെയും ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചത്. ജെറാൾഡിനുള്ള വിശ്വാസം പോലെ തന്നെ പ്രവാസ ലോകത്തിന് വിശ്വാസമാണ് അലോഷ്യസ് എന്തെങ്കിലും നാട്ടിൽ വരുമെന്നുള്ളത്. ജെറാൾഡിന് എന്തെങ്കിലും പറയാനുണ്ട്? മോൾക്ക് 26 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് മോളെ കല്യാണം കഴിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ സാമ്പത്തികമായി അതിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. അപ്പൊ പ്രത്യേകിച്ച് മോളുടെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇരുപത്തിയൊന്ന് വർഷം ജെറാൾഡിൻ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. എൻ്റെ ചേച്ചിയുടെ മക്കളും കൂടെ സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു മരുമോനും സഹായിക്കും. അങ്ങനെയാണ് അവർ ഇത്രയും കാലം ജീവിച്ചത്. എൻ്റെ ഭർത്താവും പോയിട്ട് 21 വർഷം കഴിഞ്ഞു. ഈ മരുമോൻ പോയി 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവും പോയത്. ടൈറ്റാനിയം ഫാക്ടറിയിൽ ജോലിയായിരുന്നു. 2 വർഷം കൂടെ ഉണ്ടായിരുന്നു റിട്ടയർഡാകുക. ആ സമയത്ത് രാജിവെച്ചിട്ട് പോയി. ഈ 2 മക്കളെയാണ് കല്യാണം കഴിപ്പിച്ചത് അദ്ദേഹം. പിന്നെ 5 പെൺമക്കളുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പോയിട്ട് ഇപ്പോൾ 21 വർഷം കഴിഞ്ഞു. ജെറാൾഡിൻ്റെ അതെ. കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പോയിട്ട് പിന്നെ ഞങ്ങൾ പോയി വിളിച്ചപ്പോഴൊന്നും വരത്തില്ല. ഇപ്പം ഒരു അറിവുമില്ല. ഭക്തി കൂടിയിട്ട് പോയതാണോ? അതെ. എങ്ങനെ പോയതാണെന്ന് അറിയത്തില്ല. അങ്ങനെ റിട്ടയർഡായി 2 വർഷം ഉള്ളപ്പോഴാണ് അദ്ദേഹം രാജിവെച്ചിട്ട് പോയത്. അപ്പോൾ ബാക്കി 5 പെൺപിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ എങ്ങനെയാണ് വളർത്തിയതാണ്? ദൈവം വളർത്തി തന്നു. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കായി പോയ തിരുവനന്തപുരം പുളിയറക്കോണം സ്വദേശി ഷിജിയെ
തിരികെ നാട്ടിലെത്തിക്കാൻ ഷിജിയുടെ ഏജന്റ് ഷാനു ഖാൻ ഭർത്താവ് ബോബനിൽ നിന്നും വീടിന്റെ പ്രമാണവും ഒപ്പിട്ട മുദ്രപത്രവും വാങ്ങിച്ചിരുന്നു. സൗദി അറേബ്യയിൽ വീട്ടുതൊഴിലാളിക്കായി പോവുകയും ഒരുപാട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്ത ഷിജി ബോബനെ കുറിച്ചുള്ള കഥ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ? അവിടെ പെട്ടുകിടക്കണം, പൂട്ടിയിടൊക്കെ ചെയ്യാ, പീഡനങ്ങൾ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തങ്ങനെ. റിയാദിലേക്ക് ജോലിക്ക് പോയ ഷിജി 3 മാസം മാത്രമാണ് റിയാദിൽ ജോലി ചെയ്തത്. 25,000 രൂപ ശമ്പളമാണ് പറഞ്ഞു വെച്ചിരുന്നതെങ്കിലും 18,000 രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ 18,000 രൂപയും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. തിരിച്ചു വരുവാൻ വേണ്ടി ഷിജിയെ വിട്ടുകിട്ടാൻ വേണ്ടി സ്വന്തം ഭർത്താവിന് വീടിന്റെ ആധാരം ഒരാളെ ഏൽപ്പിക്കേണ്ടി വന്നതാണ് അവസ്ഥ. എന്നാൽ ആധാരം ലഭിച്ചതിന് ശേഷം കിട്ടിയ ആൾ ഫോൺ എടുക്കുന്നുമില്ല, ഏജന്റും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ബോബന് ഇപ്പോൾ വീടുമില്ല, കയറിക്കിടക്കാൻ സ്ഥലവുമില്ല എന്ന അവസ്ഥയിലാണ്. ഷിജിക്ക് താൻ റിയാദിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അനുഭവിച്ച പീഡനങ്ങൾ കാരണം ഇപ്പോൾ മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയും ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഓൾറെഡി NRA SP സെല്ല് വഴി ഇടപെട്ടാണ് ഷിജിയെ നാട്ടിലെത്തിച്ചിരിക്കുന്നത്. ഷിജി ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെ ആ പ്രമാണം ബോബന് തിരികെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ തനിക്ക് ചിലവായ 1.5 ലക്ഷം രൂപ തിരികെ കിട്ടണം എന്ന് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ ഏജന്റ്. എന്ത് ചെയ്യണമെന്നറിയാതെ ബോബനും ഷിജിയും ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുകയാണ്. അവരോട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഷാനു ഖാൻ നിങ്ങളുടെ പ്രമാണം വഹിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ല അല്ലെ? ഇതുവരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എന്റെ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്രവാസി സെല്ലിൽ കൊടുക്കണം, ആ പ്രമാണം തിരിച്ചു തന്നിട്ടില്ല. നിങ്ങളിൽ നിന്ന് അനധികൃതമായി വാങ്ങിച്ച പ്രമാണം, ആ പ്രമാണം ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് NRI സെല്ലിൽ കേസ് കൊടുക്കണം, നിങ്ങളെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. എന്നിട്ട് പോലീസുകാർ അത് സ്വീകരിച്ചിട്ട് ആ പരാതി സ്വീകരിച്ച് അയാൾക്ക് നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഇവിടെ ഒന്ന് പറയാം, നമ്മൾ ആലോചിച്ചോളാം. നിങ്ങൾ പരാതി എഴുതി കൊടുക്കുക, വക്കീൽ മുഖാന്തരം കൊടുക്കുക, ആ പരാതി അവിടെ കൊണ്ടു കൊടുക്കുക. മനസ്സിലായില്ലേ? ഏത് പോലീസുകാരനാണ് നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാത്തതെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് പറയാം, ഞങ്ങൾ വിളിച്ചു ചോദിച്ചോളാം. മനസ്സിലായില്ലേ? പിന്നെ മുഖ്യമന്ത്രിക്കും നിങ്ങൾ പരാതി കൊടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെപ്പറ്റി ഒരു പരിഭ്രമവും വേണ്ട. നിങ്ങൾ ഒരാൾക്കും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഒരു ഇതും കൊടുത്തിട്ടില്ല. നിങ്ങളെ വീട്ടിൽ പെടുത്തിട്ട് പിന്നെ മുദ്രക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതല്ല. നിങ്ങൾ രജിസ്ട്രി ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അത് രജിസ്റ്റർ ആവുള്ളൂ. നിങ്ങൾ ഒരു രേഖയിലും ഇനി ഒപ്പിടുന്നതിന് മുമ്പ് വക്കീലിനോട് ചോദിച്ചിട്ട് ഒപ്പിടാൻ പാടുള്ളൂ. ഒരു രേഖയിലും നിങ്ങൾ എന്ത് കടലാസ് വന്നാലും വക്കീലിനെ കാണിച്ചിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഈ ജാതി തട്ടിപ്പും തരികടായിട്ട് നടക്കുന്നവരോട് ഒരു ഉപദേശമുണ്ട്. പാവപ്പെട്ട ആളുകളെ വീടിറക്കാൻ വേണ്ടിയിട്ട് അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്ന രീതി നല്ലതല്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും, പല രീതിയിലുള്ള വിദ്യകൾ നിങ്ങൾക്കറിയാവും. ഇയാളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അതുകൊണ്ട് ന്യായമായിട്ടുള്ള രീതിയിൽ ആ പ്രമാണം തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത തമാശകൾ നിങ്ങൾ കാട്ടരുത് നിയമപരമായിട്ട്. നിങ്ങളതിൽ കാശുണ്ട്, നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും, ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണയിലാണ് നിങ്ങളിരിക്കുന്നത്. അങ്ങനെയല്ല, ഇവർക്കും ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ബന്ധപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. എടാ, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തേക്ക്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്ന ആളുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 98479 20104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. കാണാതാകലുകളുടെ കഥകൾ ഒരിക്കലും ഒരു അടഞ്ഞ അധ്യായമാകരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു കിട്ടാത്ത മനുഷ്യരെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഈ മനുഷ്യരെ കണ്ടെത്തുന്നതുവരെ ഞങ്ങളത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.